തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ ജില്ലയിലാകെ LDFന് 14 വാർഡുകളിലാണ് എതിരാളികളില്ലാത്തത്. പുനർസൂക്ഷ്മ പരിശോധനയിൽ ഇന്ന് 4 എതിർ സ്ഥാനാർത്ഥികളുടെ പത്രിക കൂടി തള്ളിപ്പോവുകയായിരുന്നു. ഇതോടെ കണ്ണപുരം പഞ്ചായത്തിൽ 6ഉം ആന്തൂർ നഗരസഭയിൽ 5ഉം മലപ്പട്ടം പഞ്ചായത്തിൽ 3 വാർഡുകളിൽ LDFന് എതിരാളികളില്ലാതായി. ആന്തൂരിന്റെ ചുവന്ന മണ്ണ് എന്നും ചുവപ്പായി നിൽക്കുന്നു. കണ്ണപുരം പഞ്ചായത്തിൽ മാത്രം 6ഇടത്താണ് LDFനെതിരില്ലാത്തത്. 2 വാർഡുകളിൽ മറ്റാരും സ്ഥാനാർത്ഥിയെ നിർത്തിയിരുന്നില്ല. 10ാം വാർഡിലെ UDF സ്ഥാനാർത്ഥിയുടെ പത്രിക സൂക്ഷ്മ പരിശോധനയിൽ തള്ളിയിരുന്നു. 1ാം വാർഡിലെ UDF സ്ഥാനാർത്ഥിയുടെയും 8ാം വാർഡിലെ BJP സ്ഥാനാർത്ഥിയുടെയും പത്രിക ഇന്ന് പുനർസൂക്ഷ്മ പരിശോധനയിൽ തള്ളി. ആന്തൂർ നഗരസഭയിൽ 5 ഇടങ്ങളിൽ LDF സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ വിജയമുറപ്പിച്ചു. മൊറാഴ, പൊടിക്കുണ്ട് വാർഡുകളിൽ നേരത്തെ തന്നെ എതിരാളികളില്ലായിരുന്നു. തളിയിൽ, കോടല്ലൂർ വാർഡുകളിലെ UDF സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളി. 5ാം പീടികയിലെ UDF സ്ഥാനാർത്ഥി പത്രിക പിൻവലിച്ചു. CPM വധഭീഷണി ഉയർത്തിയാണ് സ്ഥാനാർത്ഥികളുടെ പത്രിക പിൻവലിപ്പിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഇവിടുത്തെ റിട്ടേണിംഗ് ഓഫീസറോട് പ്രധാനപ്പെട്ട ആളുകൾ വിളിച്ചു പറയുകയാണ് സ്വീകരിക്കേണ്ടത്. ഇങ്ങനെ കേരളത്തിൽ ആദ്യമായിട്ടാണ് റിട്ടേണിംഗ് ഓഫീസർമാരെ വരെ മോളിൽ നിന്ന് പറഞ്ഞു നിയന്ത്രിക്കുക. എന്നാൽ വ്യാജ ഒപ്പിട്ട് സ്ഥാനാർത്ഥികളെ നിർത്തുന്ന ഗതികേടിലാണ് UDF എന്ന CPM തിരിച്ചടിച്ചു. ആ പട്ടിക തള്ളാൻ വേണ്ടിയിട്ട് കാരണമായിട്ട് റിട്ടേണിംഗ് ഓഫീസർ കണ്ടത് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിട്ടുള്ള ആൾ തന്നെ റിട്ടേണിംഗ് ഓഫീസറുടെ മുന്നിൽ ഹാജരായിട്ട് നേരത്തെ ഞാനല്ല ഒപ്പിട്ടിട്ടുള്ളത് എന്നത് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് അവർ ഇവിടെ റിട്ടേണിംഗ് ഓഫീസറുടെ മുമ്പിൽ ഹാജരായിട്ട് ഞാനല്ല ഒപ്പിട്ടിട്ടുള്ളത്, ഞാൻ നിർദ്ദേശിച്ച ആളെ ഞാൻ പിൻവലിക്കുന്നു എന്നതിലേക്കുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് രേഖപ്പെടുത്തുകയും അത് നാമനിർദ്ദേശ പത്രിക തള്ളുകയുമാണ് ചെയ്തിട്ടുള്ളത്. മലപ്പട്ടത്ത് 3ഇടത്താണ് LDF സ്ഥാനാർത്ഥികൾക്കെതിരില്ലാത്തത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 18 ഇടങ്ങളിലായിരുന്നു കണ്ണൂരിൽ LDF എതിരില്ലാതെ ജയിച്ചത്. 24 കണ്ണൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.